ഈ കപ്പ കൊണ്ട് എന്തെല്ലാം പലഹാരം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അടയാണ്, കപ്പ അട. അതിനായിട്ട് ഞാനൊരു കപ്പ എടുത്തിട്ട് അതിന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് ശർക്കരയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു ഇല എടുക്കുക, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഈ ഒരു കപ്പേൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഇതുപോലെ 4 ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്കിതിന് ഒരു 15-20 മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 20 മിനിറ്റിന് ശേഷം ഞാനൊരു 20 മിനിറ്റിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.